വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയുടെ ആദ്യത്തെ ഡീപ്പ് വാട്ടർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി 2024 ലോകസഭ നേടിയെങ്കിലും അതിൻ്റെ കഥ ആരംഭിക്കുന്നത് പുരാതന കാലത്താണ്. രാജാക്കന്മാരുടെ കാലത്ത്, ചോളന്മാരുടെ കാലത്ത്, യൂറോപ്യൻ വ്യാപാരികളുടെ കാലത്ത്. 1960കളിൽ വിഴിഞ്ഞത്തെ ഒരു പ്രധാന തുറമുഖമായി മാറ്റാനുള്ള ചർച്ചകൾ ആരംഭിച്ചു. എന്നാൽ ഈ ചർച്ചകൾ പലപ്പോഴും കടലാസുകളിൽ ഒതുങ്ങി. 2015 അദാനി ഗ്രൂപ്പ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തു. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖ ഓപ്പറേറ്റർമാരായ അദാനി 7,700 കോടി രൂപ മുതൽ മുടക്കിൽ പദ്ധതി നടപ്പിലാക്കാൻ തുടങ്ങി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ ആകെ ചെലവ് ഏകദേശം 8,867 കോടി രൂപയാണ്. ആകെ ചെലവിൻ്റെ ഏകദേശം 61.5% തുക, അതായത് 5,595 കോടി കേരള സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്. കേരളത്തിൻ്റെ അങ്ങ് തെക്കേ അറ്റത്ത്, തിരുവനന്തപുരത്തിൻ്റെ തീരത്ത്, അറബിക്കടലിൻ്റെ നീലിവയിൽ പതിഞ്ഞ ഒരു പേര്, വിഴിഞ്ഞം. ഈ പേര് കേൾക്കുമ്പോൾ മനസ്സിൽ തെളിയുന്നത് കേവലം ഒരു തുറമുഖം മാത്രമല്ല, നൂറ്റാണ്ടുകളുടെ ചരിത്രം, വാണിജ്യത്തിൻ്റെ തുടിപ്പ്, സംസ്കാരങ്ങളുടെ സംഗമം, ഒപ്പം ഒരു ജനതയുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും. വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയുടെ ആദ്യത്തെ ഡീപ്പ് വാട്ടർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി 2024 ലോകസഭ നേടിയെങ്കിലും അതിൻ്റെ കഥ ആരംഭിക്കുന്നത് പുരാതന കാലത്താണ്. രാജാക്കന്മാരുടെ കാലത്ത്, ചോളന്മാരുടെ കാലത്ത്, യൂറോപ്യൻ വ്യാപാരികളുടെ കാലത്ത്. ഈ കഥ വിഴിഞ്ഞത്തിൻ്റെ തീരത്ത് തിരകൾ പാടിയ ഒരു മഹാഗാഥയാണ്. വിഴിഞ്ഞത്തിൻ്റെ ചരിത്രം കേവലം ഒരു തുറമുഖത്തിൻ്റെ മാത്രം കഥയല്ല, അതൊരു നാഗരികതയുടെ, വാണിജ്യത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ കഥ കൂടിയാണ്. ക്രിസ്തുവിന് മുമ്പ് 2-ാം നൂറ്റാണ്ടിൽ വിഴിഞ്ഞം ഇന്ത്യൻ മഹാസമുദ്ര വാണിജ്യത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. പെരിപ്ലസ് ഓഫ് ദ എറിത്രിയൻ സി എന്ന ഗ്രീക്ക് ഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെടുന്ന ബലിത എന്ന തീരദേശ പട്ടണം വിഴിഞ്ഞമാണെന്നാണ് പല പുരാവസ്തു ഗവേഷകരും വിശ്വസിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ വിഴിഞ്ഞം റോമൻ വ്യാപാരികൾ, അറബ് നാവികർ, ചൈനീസ് വ്യാപാരികൾ എന്നിവർക്ക് ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു. രാജവംശത്തിൻ്റെ കാലത്ത് വിഴിഞ്ഞം അവരുടെ തലസ്ഥാനവും സൈനിക കേന്ദ്രവുമായിരുന്നു. രാജാക്കന്മാർ തങ്ങളുടെ കപ്പലുകൾ വിഴിഞ്ഞത്ത് നിന്ന് ദക്ഷിണേഷ്യയിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും അയച്ചിരുന്നു. കുരുമുളക്, ഏലം, ഇഞ്ചി, കറുവപ്പട്ട തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങൾ വിഴിഞ്ഞത്ത് നിന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെട്ടു. ഒരു സുഗന്ധവ്യഞ്ജന വ്യാപാരം വിഴിഞ്ഞത്തെ ഒരു സമ്പന്ന തുറമുഖമാക്കി മാറ്റി. അക്കാലത്തെ തമിഴ് കവിതകളിൽ വിഴിഞ്ഞത്തിൻ്റെ തിരക്കേറിയ തുറമുഖവും വിദേശ കപ്പലുകളുടെ വരവും വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ചോള സാമ്രാജ്യത്തിൻ്റെ കാലത്ത് വിഴിഞ്ഞം ഒരു തന്ത്രപ്രധാനമായ തുറമുഖമായി മാറി. രാജരാജ ചോളൻ്റെ ഭരണകാലത്ത് വിഴിഞ്ഞം ചോളന്മാരുടെ നിയന്ത്രണത്തിലായി. ചോളന്മാർ വിഴിഞ്ഞത്തെ ഒരു നാവിക കേന്ദ്രമായി ഉപയോഗിച്ചു. അവരുടെ കപ്പലുകൾ ശ്രീലങ്കയിലേക്കും ദക്ഷിണേഷ്യയിലേക്കും പുറപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ വിഴിഞ്ഞം ഒരു സാംസ്കാരിക സംഗമ കേന്ദ്രം കൂടിയായിരുന്നു. വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള വ്യാപാരികൾ അവരുടെ ഭാഷകളും ആചാരങ്ങളും വിഴിഞ്ഞത്തിൻ്റെ തീരത്ത് കൊണ്ടുവന്നു. മധ്യകാലഘട്ടത്തിൽ വിഴിഞ്ഞം തുറമുഖം കേരളത്തിൻ്റെ സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായി തുടർന്നു. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഉയർച്ചയോടെ വിഴിഞ്ഞം അവരുടെ വാണിജ്യ നാവിക തന്ത്രങ്ങളുടെ ഒരു പ്രധാന ഭാഗമായി. തിരുവിതാംകൂർ രാജാക്കന്മാർ വിഴിഞ്ഞത്തിൻ്റെ തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം തിരിച്ചറിഞ്ഞു. രാജ്യാന്തര കപ്പൽപാതയോട് വെറും 10 നോട്ടിക്കൽ മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞം വലിയ കപ്പലുകൾക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാവുന്ന 20 മീറ്റർ ആഴമുള്ള പ്രകൃതിദത്ത തുറമുഖമായിരുന്നു. 15-ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ വ്യാപാരികൾ കേരളത്തിൻ്റെ തീരത്തേക്ക് എത്തിയതോടെ വിഴിഞ്ഞത്തിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു. 1498 വാസ്കോ ഡി ഗാമ കോഴിക്കോട്ടെത്തിയപ്പോൾ യൂറോപ്യൻ കോളനിവത്കരണത്തിൻ്റെ ഒരു പുതിയ യുഗം ആരംഭിച്ചു. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ എന്നിവർ സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിനായി വിഴിഞ്ഞത്തെ ആശ്രയിച്ചു. 1622 ഡച്ചുകാർ വിഴിഞ്ഞത്ത് ആദ്യത്തെ പാണ്ഡികശാല അഥവാ വ്യാപാര കേന്ദ്രം സ്ഥാപിച്ചു. ഇതേ കാലത്ത് വിഴിഞ്ഞത്ത് ആദ്യത്തെ കത്തോലിക്ക പള്ളിയും നിർമ്മിക്കപ്പെട്ടു. ഇത് യൂറോപ്യൻ സ്വാധീനത്തിൻ്റെ ഒരു പ്രതീകമായി. പോർച്ചുഗീസുകാർ വിഴിഞ്ഞത്തിൻ്റെ തുറമുഖത്ത് തങ്ങളുടെ കപ്പലുകൾ നങ്കുരമിട്ട് കുരുമുളക്, ഏലം തുടങ്ങിയവ യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തു. എന്നാൽ തിരുവിതാംകൂർ രാജാക്കന്മാർ യൂറോപ്പിൻ്റെ ശക്തികളുമായി സഹകരിച്ചെങ്കിലും വിഴിഞ്ഞത്തിൻ്റെ നിയന്ത്രണം തങ്ങളുടെ കൈകളിൽ തന്നെ നിലനിർത്തി. 18-ാം നൂറ്റാണ്ടിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് വിഴിഞ്ഞം തിരുവിതാംകൂറിൻ്റെ ഒരു പ്രധാന സൈനിക വാണിജ്യ കേന്ദ്രമായി. മാർത്താണ്ഡവർമ്മ വിഴിഞ്ഞത്തിൻ്റെ തുറമുഖത്തെ ശക്തിപ്പെടുത്തി ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ കോട്ടകൾ നിർമ്മിച്ചു. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിൽ തങ്ങളുടെ ആധിപത്യം ശക്തിപ്പെടുത്തി. വിഴിഞ്ഞം ബ്രിട്ടീഷുകാർക്ക് ഒരു തന്ത്രപ്രധാനമായ തുറമുഖമായി മാറി. തിരുവിതാംകൂർ രാജവംശം ബ്രിട്ടീഷ് സർക്കാരുമായി സഹകരിച്ച് വിഴിഞ്ഞത്തിൻ്റെ വാണിജ്യ സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു. 19-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ വിഴിഞ്ഞത്ത് ഒരു ആധുനിക തുറമുഖം നിർമ്മിക്കാൻ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ അനുമതി തേടി. എന്നാൽ ഈ ശ്രമം വിജയിച്ചില്ല. ബ്രിട്ടീഷ് ഭരണകാലത്ത് കൊച്ചി തുറമുഖത്തിനാണ് കൂടുതൽ പ്രാധാന്യം ലഭിച്ചത്. 1951 തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതോടെ കൊച്ചിയെ വാണിജ്യ നഗരമായും തിരുവനന്തപുരത്തെ ഭരണകേന്ദ്രമായും നിലനിർത്താൻ തീരുമാനിച്ചു. ഇത് വിഴിഞ്ഞത്തിൻ്റെ വികസനത്തിന് ഒരു തടസ്സമായി. എന്നിരുന്നാലും വിഴിഞ്ഞം ഒരു പ്രധാന മത്സ്യബന്ധന തുറമുഖമായി തുടർന്നു. മൺസൂൺ കാലത്ത് തിരുവനന്തപുരം ജില്ലയിലെ നിരവധി തീരഗ്രാമങ്ങൾ വിഴിഞ്ഞത്തെ ആശ്രയിച്ചാണ് മത്സ്യബന്ധനം നടത്തിയിരുന്നത്. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെങ്കിലും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആധുനിക വികസനം തുടങ്ങാൻ പതിറ്റാണ്ടുകൾ വേണ്ടിവന്നു. 1950കളിൽ കേരള സർക്കാർ വിഴിഞ്ഞത്തിൻ്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞു. എന്നാൽ സാമ്പത്തിക പരിമിതികളും മറ്റ് തുറമുഖങ്ങളുടെ മുൻഗണനയും വിഴിഞ്ഞത്തിൻ്റെ വികസനത്തെ മന്ദഗതിയിലാക്കി. 1960കളിൽ വിഴിഞ്ഞത്തെ ഒരു പ്രധാന തുറമുഖമായി മാറ്റാനുള്ള ചർച്ചകൾ ആരംഭിച്ചു. എന്നാൽ ഈ ചർച്ചകൾ പലപ്പോഴും കടലാസുകളിൽ ഒതുങ്ങി. 1980കളിൽ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസനത്തിന് പുതിയ ഊർജ്ജം ലഭിച്ചു. കേരള സർക്കാർ വിഴിഞ്ഞത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, രാജ്യാന്തര കപ്പൽപാതയോടുള്ള സാമീപ്യം, 20 മീറ്റർ പ്രകൃതിദത്തമായ ആഴം, ലിറ്റോറിയൽ ഡ്രിഫ്റ്റ് സൗകര്യങ്ങൾ മനസ്സിലാക്കി. 1991 ഇ കെ നായനാർ സർക്കാർ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ ഒരു പ്രധാന മുൻഗണനയായി പ്രഖ്യാപിച്ചു.
1990-കളിൽ വിഴിഞ്ഞം തുറമുഖ പദ്ധതി കൂടുതൽ ശക്തി പ്രാപിച്ചു. 2000-ൽ വി.എസ്. അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പദ്ധതിക്ക് പുതിയ ഊർജ്ജം പകർന്നു. 2009-ൽ വേൾഡ് ബാങ്കിന്റെ പിന്തുണയോടെ പദ്ധതിയുടെ സാധ്യതാ പഠനം നടത്താൻ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനെ നിയോഗിച്ചു. 2011-ൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. 2012-ൽ പുതിയ ടെൻഡർ നടപടികൾ ആരംഭിച്ചു. 2015-ൽ അദാനി ഗ്രൂപ്പ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തു. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖ ഓപ്പറേറ്റർമാരായ അദാനി 7,700 കോടി രൂപ മുതൽ മുടക്കിൽ പദ്ധതി നടപ്പിലാക്കാൻ തുടങ്ങി. എന്നാൽ ഈ തീരുമാനം വിവാദങ്ങൾക്കും വഴിവെച്ചു. പ്രതിപക്ഷം 6,000 കോടി രൂപയുടെ അഴിമതി ആരോപിച്ചു. കൂടാതെ പദ്ധതി മൂലമുള്ള തീരശോഷണവും മത്സ്യത്തൊഴിലാളികളുടെ ജീവനോപാധികളെ ബാധിച്ചതും വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. സർക്കാർ പദ്ധതിയുടെ പ്രതിസന്ധികളെ തരണം ചെയ്ത് നിർമ്മാണം അതിവേഗതയിൽ മുന്നോട്ട് കൊണ്ടുപോയി. 2003 ഒക്ടോബർ 15-ന് 100 മീറ്റർ ഉയരമുള്ള 3 അത്യാധുനിക ക്രെയിനുകൾ വഹിച്ച ഷെൻഹുവ 15 എന്ന കപ്പൽ വിഴിഞ്ഞത്ത് എത്തിയത് പദ്ധതിയുടെ ഒരു നാഴികക്കല്ലായി. 2024 ജൂലൈ 12-ന് വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ നങ്കൂരമിട്ടു. ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മയേഴ്സിന്റെ ഈ കപ്പൽ 1000-ലധികം കണ്ടെയ്നറുകളുമായാണ് എത്തിയത്. ഈ ചരിത്രനിമിഷം കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ സമുദ്ര വ്യാപാര രംഗത്തെ ഒരു വലിയ കുതിച്ചുചാട്ടമായി. വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയുടെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമാണ്. അത്യാധുനിക ഓട്ടോമേറ്റഡ് ക്രെയിനുകൾ, IT സംവിധാനങ്ങൾ, പോർട്ട് ഓപ്പറേഷൻ ബിൽഡിംഗ്, ഓട്ടോമേറ്റഡ് ഗ്രേറ്റ് കോംപ്ലക്സ് തുടങ്ങിയവയാണ് തുറമുഖത്തിന്റെ പ്രത്യേകതകൾ. ആദ്യഘട്ടത്തിൽ 10 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ തുറമുഖം പ്രാപ്തമാണ്. ഭാവിയിൽ ഇത് 50 ലക്ഷം വരെ ഉയർത്താനാകും. തുറമുഖത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഇന്ത്യൻ തീരത്തിന്റെ മധ്യഭാഗത്ത് രാജ്യാന്തര കപ്പൽപാതയോട് 11 നോട്ടിക്കൽ മൈൽ അകലെയാണ്. ഇതിനെ ഒരു ആഗോള വ്യാപാര കവാടമാക്കി മാറ്റുന്നു. നിലവിൽ ഇന്ത്യയിൽ ചരക്ക് നീക്കത്തിന്റെ 75% ട്രാൻസ്ഷിപ്മെന്റ് വിദേശ തുറമുഖങ്ങളായ കൊളംബോ, സിംഗപ്പൂർ എന്നിവയെ ആശ്രയിച്ചാണ്. വിഴിഞ്ഞം പൂർണ്ണ പ്രവർത്തനക്ഷമമാകുന്നതോടെ ഈ ആശ്രിതത്വം ഒഴിവാക്കാനാകും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ ആകെ ചെലവ് ഏകദേശം 8,867 കോടി രൂപയാണ്. ഈ തുകയുടെ ധനസമാഹരണം പ്രധാനമായും 3 കക്ഷികളിൽ നിന്നാണ്. ആകെ ചെലവിന്റെ ഏകദേശം 61.5% തുക, അതായത് 5,595 കോടി കേരള സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്. 28.9% തുകയായ 2,454 കോടി അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡാണ് മുടക്കുന്നത്. ഇത് നേരിട്ടുള്ള നിക്ഷേപവും ബാങ്ക് വായ്പകളും ഉൾപ്പെടുന്നു. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം ഈ തുറമുഖം ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ മുഖമുദ്രയാകാൻ പോകുന്ന ഒരു പദ്ധതിയായിരുന്നിട്ട് കൂടിയും കേന്ദ്ര സർക്കാരിന്റെ ഈ പദ്ധതിയിലെ വിഹിതം വലിയൊരു പൂജ്യമാണ് എന്നുള്ളതാണ്. വയബിലിറ്റി ഗ്യാപ് ഫണ്ടിംഗായി നൽകാനുദ്ദേശിച്ച 818 കോടിയോളം രൂപ നൽകുമെന്നായിരുന്നുവെങ്കിലും പിന്നീട് ഈ തുക ഗ്രാന്റിന് പകരം വായ്പയായി പരിഗണിക്കുമെന്നും പലിശ സഹിതം ഏകദേശം 10,000 മുതൽ 12,000 കോടി രൂപ തിരിച്ചടക്കണമെന്നും കേന്ദ്രം വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ഇത് പൂർണ്ണമായി ഇതുവരെ ലഭ്യമായിട്ടുമില്ല. കേരള സർക്കാർ ഇതുവരെ 2,960 കോടിയോളം രൂപ ചെലവഴിച്ചു കഴിഞ്ഞു. ഈ കണക്ക് ഇവിടെ സൂചിപ്പിക്കാൻ കാരണം ഏതൊരു വലിയ പദ്ധതിയും ഉണ്ടാകുമ്പോൾ ഇത് ഞങ്ങളുടേതാണ് എന്ന രീതിയിൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി പ്രചാരണം നടത്തുന്ന രാഷ്ട്രീയ പൊയ്മുഖങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. അത് തിരിച്ചറിയാൻ ഈ കണക്കുകൾ ഒരുപക്ഷെ നിങ്ങളെ സഹായിക്കും. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഈ പദ്ധതി പൂർണ്ണമായും കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളാണ് ഈ കരാർ ഒപ്പിടുന്നത്. പക്ഷേ ഈ പദ്ധതിയുടെ പൂർണ്ണമായ നിർവഹണം നടക്കുന്നത് അതിനുശേഷം വന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ്. കേവലം രാഷ്ട്രീയപരമായ ആഹ്ലാദങ്ങൾക്കും നേട്ടങ്ങൾക്കും അപ്പുറം ഇത് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും മുഖച്ഛായ മാറ്റാൻ പോകുന്ന ഒരു പദ്ധതിയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. വിഴിഞ്ഞം പദ്ധതി അതിൻ്റെ യാത്രയിൽ നിരവധി പ്രതിസന്ധികൾ നേരിട്ടു. തീരശോഷണം, മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ പദ്ധതിയെ വലിയ തോതിൽ ബാധിച്ചു. എന്നാൽ കേരള സർക്കാരിൻ്റെ ദീർഘവീക്ഷണവും അദാനി ഗ്രൂപ്പിൻ്റെ സാങ്കേതിക വൈദഗ്ധ്യവും പദ്ധതിയെ വിജയത്തിലേക്ക് നയിച്ചു. വിഴിഞ്ഞം കേരളത്തിൻ്റെ വ്യാവസായിക വിനോദസഞ്ചാര മേഖലയിൽ വൻ കുതിച്ചുചാട്ടമുണ്ടാക്കും. തുറമുഖത്തിൻ്റെ റോഡ് ദേശീയപാതമായി ബന്ധിപ്പിക്കുന്ന ക്ലോവർ ലീഫ് മാതൃകയിലുള്ള പാത ഗതാഗതം ഉറപ്പാക്കും. കൂടാതെ 146 കോടി രൂപ മുതൽ നിർമ്മിക്കുന്ന ആധുനിക മത്സ്യബന്ധന തുറമുഖവും സീവുഡ് പാർക്കും പ്രദേശത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് കരുത്തേകും. ഒടുവിൽ വിഴിഞ്ഞം തുറമുഖം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയും കമ്മീഷൻ ചെയ്യപ്പെടുകയും ചെയ്തപ്പോൾ അത് കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ സമുദ്ര വ്യാപാര ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ നേട്ടത്തെ കേരളത്തിൻ്റെ അഭിമാനമെന്ന് വിശേഷിപ്പിച്ചു. വിഴിഞ്ഞം ഇന്ത്യയെ ആഗോള വ്യാപാര സങ്കല്പമായി കൂടുതൽ അടുപ്പിക്കും, ഒരു കവാടമായി മാറും. വിഴിഞ്ഞത്തിൻ്റെ കഥ ഒരു പുരാതന തുറമുഖത്തിൻ്റെ പുനർജനനത്തിൻ്റെ കഥയാണ്. 1000 രാജാക്കന്മാരുടെ കപ്പലുകൾ മുതൽ അദാനി ഗ്രൂപ്പിൻ്റെ അത്യാധുനിക ക്രെയിനുകൾ വരെ വിഴിഞ്ഞം നൂറ്റാണ്ടുകളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി. ഈ തുറമുഖം കേരളത്തിൻ്റെ തീരത്ത് ഒരു പുതിയ യുഗത്തിൻ്റെ പ്രതീക്ഷയാണ്, ഐക്യത്തിൻ്റെ, പുരോഗതിയുടെ, വിജയത്തിൻ്റെ പ്രതീക്ഷ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.